സിയോൺ ക്ലാസിക്സ് TV ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് TVയിലേക്ക് സ്വാഗതം. ക്രിസ്തുമസിന് ഉത്തർപ്രദേശിലെ സെന്റ് ജോസഫ് കത്തീഡ്രലിന് മുന്നിൽ ഹരേ കൃഷ്ണ വിളിയോ? സത്യാവസ്ഥ ഇങ്ങനെ. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ ക്രിസ്മസ് ദിനത്തിൽ സെന്റ് ജോസഫ് കത്തീഡ്രലിന് മുന്നിൽ ഹരേ കൃഷ്ണ ഹരേ റാം എന്ന വിളികളോടെ ഹിന്ദുത്വ പ്രവർത്തകർ തടിച്ചുകൂടിയെന്ന വ്യാഖ്യാനത്തോടെ പ്രചരിക്കുന്നത് വ്യാജ വീഡിയോ. ക്രൈസ്തവ പ്രാർത്ഥനകളും ആഘോഷങ്ങളും തടസ്സപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ ഉത്തർപ്രദേശിലെ ലക്നൌവിലെ കത്തീഡ്രൽ പള്ളിക്ക് മുന്നിൽ വനിതകൾ ഉൾപ്പെടെയുള്ള ഹിന്ദുത്വ തീവ്രവാദികൾ എത്തിയെന്ന വിശേഷണത്തോടെയാണ് വീഡിയോ പ്രചരിക്കുന്നത്. ക്രൈസ്തവർക്ക് നേരെ തീവ്ര ഹിന്ദുത്വവാദികളുടെ ഇടയിൽ നിന്ന് തുടർച്ചയായി ഭീഷണിയും ആക്രമണവും നേരിടുന്നുണ്ടെങ്കിലും മേൽ പ്രചരിക്കുന്ന വ്യാജമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. തുർക്കിയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ TRT വേൾഡ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും വ്യാജ വീഡിയോ പങ്കുവച്ചിരുന്നു. ക്രിസ്തുമസ് ആഘോഷം തടസ്സപ്പെടുത്തുക എന്ന ഒറ്റ ലക്ഷ്യമേ ഇവർക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്ന് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ പറയുന്നു. എന്നാൽ പ്രസ്തുത വീഡിയോയുടെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ഇത് വ്യാജമാണെന്ന് വ്യക്തമാണ്. കത്തീഡ്രൽ പള്ളിയിൽ നിന്ന് 100 മീറ്ററിലധികം അകലെ ഷോപ്പിംഗ് കെട്ടിടങ്ങളുടെ പരിസരത്ത് നിന്നാണ് ഡ്രമ്മുകളും കൈത്താളങ്ങളും ഉപയോഗിച്ച് ഹരേ രാമ ഹരേ കൃഷ്ണ ആലപിക്കുന്നത്. ഈസ്കോൺ ഗ്രൂപ്പാണ് ആലാപനം നടത്തിയിരിക്കുന്നത്. ഷോറൂമിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ പള്ളിയിൽ നിന്ന് അകലെയുള്ള ഷോറൂമിന് പുറത്ത് ഹിന്ദുത്വ ഗാനങ്ങൾ നടത്താറുണ്ടെന്ന് സ്ഥിരീകരിച്ചു. അതേസമയം കത്തീഡ്രൽ പള്ളിയിൽ വിശ്വാസി സമൂഹം ക്രിസ്മസ് ആഘോഷിക്കുന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ഈ വീഡിയോയിൽ പള്ളിക്ക് മുന്നിൽ വലിയ ജനക്കൂട്ടം ക്രിസ്മസ് ആഘോഷിക്കുന്നത് ദൃശ്യമായിരുന്നു. ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ RSSന് കീഴിലുള്ള ബജ്രംഗ് ദൾ VHP ഉൾപ്പെടെയുള്ള സംഘടനകൾ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിലും സമീപ ദിവസങ്ങളിൽ നടക്കുന്ന ഈ പ്രചരണം തെറ്റാണെന്ന് വായനക്കാരെ അറിയിക്കുന്നു. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.